ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗാലറി ഗ്ലാം ബൈ ദൃശ്യ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചിങ്ങ ഒന്ന് പൂക്കളും പൂവിളികളുമായി നമുക്ക് ഒരു പൊന്നിൻ ചിങ്ങം കൂടി വരവായിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ എല്ലാ മലയാളികൾക്കും ഒരു സമ്പൽ സമൃദ്ധിയുടെ പുതുവത്സരാശംസകൾ ഞാൻ നേരുവാണ്. എല്ലാവർക്കും നല്ല ഐശ്വര്യമുള്ളൊരു പുതുവത്സരം ആയിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. എനിക്കും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് നിങ്ങളും പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മോർണിംഗ് റൂട്ടീൻ ഇടാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതുമായിട്ട് ബേസ് ചെയ്ത് എന്നാൽ മോർണിംഗിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല, എനിക്ക് കുറച്ച് ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് പോയി കണ്ടിട്ട് വാ കേട്ടോ. ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ, എൻ്റെ കോലം കണ്ട് ഞാൻ ഏറ്റതേ ഉള്ളൂ. നിങ്ങൾ പേടിക്കണ്ട. ഞാൻ രാത്രി നൈറ്റി ആയിട്ട് ഇടാറ്, കാരണം ഫീഡ് ചെയ്യാനൊക്കെ എളുപ്പത്തിൽ നൈറ്റിയാണ് ഇടാറ്. അപ്പോൾ ഇതൊക്കെ പഴയ നൈറ്റി, വിതുക്കുട്ടനൊക്കെ ആയിരിക്കുമ്പോൾ ഉള്ള നൈറ്റിയൊക്കെയാണ്. അപ്പോൾ പിന്നെ പുതിയ നൈറ്റിയൊന്നും ഞാൻ അങ്ങനെ പുതിയൊന്നും മേടിക്കാറില്ല, കാരണം രാത്രി മാത്രമാണല്ലോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ 2-3 പുതിയ ഇരിപ്പുണ്ട്. അതൊന്നും എടുക്കാനൊക്കെ കഴിയത്തില്ല. എന്ന് വെച്ചാൽ കൈയൊക്കെ ഭയങ്കര നീളമാണ്, അതൊക്കെ അടിച്ച് ഷേപ്പ് ചെയ്യണം. അപ്പോൾ പിന്നെ ഓണാവട്ടെ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഇന്നത്തെന്ന് വെച്ചാൽ മോർണിംഗ് റൊട്ടീൻ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇന്ന് വിതുക്കുട്ടൻ്റെ വാക്സിനേഷൻ ഡേ ആണ്. പിന്നെ ദേവനും പോളിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിങ്ങനെ പെൻഡിങ് ആയിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ അതും കൊടുക്കണം. ജലദോഷവും, രണ്ടുപേർക്കും ജലദോഷവും, കാരണം 1.5 മാസത്തെ ഇഞ്ചക്ഷനാണ് വിതുക്കുട്ടന്. ഓൾറെഡി ഇപ്പോൾ 1.5 മാസം കഴിഞ്ഞ്. അപ്പോൾ അതിങ്ങനെ ജലദോഷവും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഇച്ചിരി ഡിലേ ആയിപ്പോയി. അപ്പോൾ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന് ചെല്ലാൻ പറഞ്ഞ് നമുക്കിന്ന് വിതുക്കുട്ടന് ഇഞ്ചക്ഷൻ എടുക്കാൻ പോകും. അപ്പോൾ ഞാൻ എണീറ്റ് വന്നപ്പോൾ അമ്മ പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അമ്മയുടെ ഉണ്ടാക്കണ്ട, ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞാൽ കേൾക്കില്ല. അപ്പോൾ അമ്മ ഉണ്ടാക്കും. എന്താണെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല കേട്ടോ, നമുക്ക് വയ്യ, അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ പുട്ടുണ്ടാക്കി വെച്ചായിരുന്നു. അമ്മ രാവിലെ, ഞാൻ പറഞ്ഞല്ലോ, രാവിലെ ഏൽക്കുമ്പോൾ കുളിക്കും. പിന്നെ അമ്മക്ക് ഇങ്ങനെയുള്ള ചെറിയ പണിയൊക്കെ അമ്മ ചെയ്ത് വെക്കും. പിന്നെ എനിക്ക് ഏൽക്കുമ്പോൾ എളുപ്പമാണല്ലോ. അപ്പോൾ കറുത്ത പയർ, നമ്മുടെ കറുത്ത മുത്തമ്മ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാറിനേക്കുള്ള പുളി വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സാമ്പാർ കഷ്ണം വേവിച്ചും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. മീനും കാര്യങ്ങളൊന്നുമില്ല, മേടിച്ചിട്ടില്ല. പിന്നെ ഇവിടെ വലിയ നിർബന്ധവും ഇല്ല, അതുകൊണ്ടാട്ടെ ഇടയ്ക്കൊക്കെ മേടിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് സാമ്പാർ കഷ്ണം വെന്ത് കലങ്ങിയിട്ടുണ്ട്. പരിപ്പ് അധികം കഷ്ണമൊന്നുമില്ലായിരുന്നു, പച്ചക്കറിയൊക്കെ തീർന്നായിരുന്നു. പച്ചക്കറി ഇപ്പോൾ നമ്മൾ മേടിച്ചു. അത് കഴിഞ്ഞ് അപ്പോൾ അത് വറുക്കണമല്ലോ, കടുക് വറുക്കണം. അതിലേക്കുള്ള ഉള്ളിയും പിന്നെ പയർ മെഴുക്ക് പുരട്ടി പോലെ വെക്കാമെന്ന് വിചാരിച്ചു. ഉള്ളി മുളകൊക്കെ ഇടിച്ച്, അതാണ് ആ പയർ, അങ്ങനെ വെക്കണമാണ് ആ പയർ നല്ലത്. അപ്പോൾ അതിലേക്ക് വേണ്ട ഉള്ളി രണ്ടിനായിട്ടും വേണ്ടത് ഒരുമിച്ച് എടുത്ത് കേട്ടോ. ഇനി ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞ് പിന്നെ മറ്റേത് ചെയ്യാനായിട്ട് വീണ്ടും പൊളിക്കും. ഇതൊക്കെ തന്നെ ചെയ്യേണ്ടതുണ്ട്. എനിക്ക് മടിയായിട്ട് ഞാൻ എല്ലാം ഒരുമിച്ച് ചെയ്തത്. അതൊക്കെ കഴുകി അരിയുവാണ്. ഇത് ഇപ്പം അരിയാണ് സാമ്പാറിലേക്ക് കടുക് വറുക്കാനുള്ള ഉള്ളി. പിന്നെ അപ്പോൾ രണ്ടും അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വേപ്പിലേക്ക് ഇട്ട് ഉള്ളി. ഞാൻ സാമ്പാർ വറുക്കുമ്പോൾ കേട്ടിട്ടുണ്ട്, അതായത് കടുക് പൊട്ടിക്കുമ്പോൾ ഇഞ്ചി ഇടുന്ന കാര്യം. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് സാമ്പാറിൻ്റെ അകത്തേക്ക് ഇഞ്ചി ഇടാനായിട്ട് അതും അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാത്രം വെച്ചു, ഗ്യാസ് കത്തിച്ച് വെച്ചിട്ട് ഞാൻ കത്തിച്ചിട്ടാണ് ഓർത്തോ ചട്ടി എടുത്തില്ലെന്ന്. അതങ്ങനെ മിക്കപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ചീനച്ചട്ടി അടുപ്പേ വെച്ചു, എണ്ണ ഒഴിച്ചു, എല്ലാം ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് മിക്കതും സാമ്പാറായിരുന്നല്ലേ. ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ സാമ്പാറാണ് ഇഷ്ടം. സാമ്പാറാണ് വിധുവിനും ദേവനും എല്ലാവർക്കും ഇഷ്ടം. എനിക്ക് ഓൾസോ ഇഷ്ടം, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി ചിയാ സീഡും കാര്യങ്ങളൊക്കെ വെള്ളത്തിൽ ചിലപ്പോൾ മറന്നു പോകും കേട്ടോ, ചിലപ്പോൾ ഡേറ്റ് വരുമ്പോഴേ ഓർക്കും. അപ്പോൾ ഞാൻ കടുക് ഇട്ടു, അതിനകത്തായിട്ട് ചീനച്ചട്ടി. എനിക്ക് ഈ ഒരു അടുപ്പേ പാചകം ചെയ്യാൻ ഇഷ്ടം. വീഡിയോ എടുക്കാനായിട്ട് എളുപ്പത്തിനും ഈ ഒരു കുഞ്ഞടുപ്പ് ചെയ്യാനാണ് ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ എല്ലാം ഈ അടുപ്പിൽ തന്നെ ചെയ്യാറ്. അപ്പോൾ ഞാൻ ഉള്ളിയും കാര്യങ്ങളൊക്കെ അതിനകത്തേക്ക് ഇട്ടു. അത് വാടി വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലപോലെ ഒന്ന് വാടി കഴിയുമ്പോൾ നമ്മുടെ പൊടികളും കാര്യങ്ങളൊക്കെ ഇടാറില്ല. ഞാൻ മുളക് പൊടി ഇടാറില്ല. അപ്പോൾ ഈ പരിവാകുമ്പോൾ നമ്മൾ സാമ്പാർ പൊടി ഞാൻ കുറച്ച് കൂടുതൽ ഇടാറുണ്ട്, കാരണം വേറെ ഒന്നും ഇടുന്നില്ലല്ലോ, കായം തീർന്നായിരുന്നു. പിന്നെ സാമ്പാർ പൊടിയാണ് എനിക്ക് ഇടാൻ ഇഷ്ടം. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതലിടും. ഇതിട്ടിട്ട് മതിയായിട്ട് പിന്നെ ഇട്ടായിരുന്നു കേട്ടോ. ഇത് മല്ലിപ്പൊടി, സാമ്പാർ പൊടി, മല്ലിപ്പൊടി, കായപ്പൊടി എല്ലാം കൂടി ഇടും. ചിലപ്പോൾ കായം കഴിഞ്ഞ പ്രാവശ്യം വെച്ചപ്പോഴേ തീർന്നു. കായത്തിൻ്റെ ടേസ്റ്റോട് മാത്രമേ അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഇടയ്ക്കേ ചേർക്കാറുള്ളൂ. നല്ലപോലെ കരിയാണ്ട് ഇളക്കുക. അവനെ ഈ സാമ്പാർ കഷ്ണത്തിലേക്ക് തട്ടുക. കണ്ടോ, നേരത്തെ അമ്മ മുളക് പൊടിയൊക്കെ ഇട്ടായിരുന്നു വേവിക്കാറ്. എനിക്ക് ആ മുളക് പൊടി ഇഷ്ടമില്ലാത്തതുകൊണ്ട് അമ്മ വെറുതെ വേവിച്ച് വെക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് കളറ് പോരെ തോന്നിയപ്പോൾ ഇച്ചിരി സാമ്പാർ പൊടിയും കൂടി ഞാൻ അതിനകത്ത് ഇട്ടു. പിന്നെ ഞാൻ സാമ്പാർ വെക്കുമ്പോൾ പഞ്ചസാര ഇടും, ചിലവർ ശർക്കര ഇടും. ഈ ബ്രാഹ്മണന്മാരൊക്കെ ശർക്കര ഇട്ട് ഞാൻ കൂട്ടിയിട്ടുണ്ട് പഠിച്ചുകൊണ്ടിരുന്നപ്പം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇച്ചിരി മധുരമുള്ള സാമ്പാറാണ് ഇഷ്ടം. ഇഡലിയുടെ കൂടെ ഇച്ചിരി മധുരമുള്ള സാമ്പാർ അടിപൊളിയാണ്.
ഇത് മല്ലിയിലേക്ക് ഇട്ടായിരുന്നു. സാമ്പാറും കാര്യങ്ങളൊക്കെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ വെട്ടി തിളക്കുവാണ് സാമ്പാർ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ പയർ, നമ്മുടെ കറുത്ത പയർ കാച്ചാനായിട്ട്, അതിനകത്ത് കാച്ചാനായിട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കടുക് വറുക്കാനായിട്ട് അതിനകത്തേക്ക് ഇട്ടായിരുന്നു കേട്ടോ. അല്ല, ചീനച്ചട്ടി വെച്ച്. ഇത് മൊത്തം വെള്ളിയാണ്. ഇങ്ങനെ നമ്മൾ ഇന്നലെ എടുത്തു വെച്ച വീഡിയോ ആണ്. ഇന്നലെ നെറ്റും കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കൊണ്ട് പിന്നെ അപ്ലോഡ് ചെയ്യാഞ്ഞതാട്ടോ. അപ്പോൾ ഇന്ന് 1-ാം തീയതി ചിങ്ങത്തിലാണ് നമ്മളിത് അപ്ലോഡ് ചെയ്യണത്. ഇത് പെട്ടെന്ന് വൈറലാകട്ടെ ഈ വീഡിയോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ ചതച്ച്, ഇതിന് വേണ്ടി ഞാൻ ചതക്കുവാട്ടോ ചെയ്തത്. ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതക്കുവാണ്. ഇതിനകത്തൊക്കെ നമ്മൾ ഇഞ്ചിയൊന്നും എടുത്തിട്ടില്ല. ചതച്ച് മറ്റേ ഇടികലയിട്ട് ചതച്ചെടുത്തു. നല്ലപോലെ ഇവൻ്റെ പച്ചമണം ഒന്ന് മാറണ വരെ അവനും ഒന്ന് അതിൽ കിടന്ന് വെന്ത് കഴിയുമ്പോൾ മഞ്ഞൾപ്പൊടി, പിന്നെ എന്താ മുളക് പൊടി, ഇത് രണ്ടും മതിയല്ലോ. മറ്റേ മുളക് ഇട്ടില്ല, എന്നതാണ് മറ്റേ കൊല്ലമുളക്, അതിട്ടില്ല കേട്ടോ. ഇതാണ് മുളക് പൊടിയാണ് ഇട്ടത്. അവനൊന്ന് നല്ലപോലെ ആ കുത്തലൊക്കെ മാറി വരുമ്പോൾ നമ്മുടെ കറുത്ത മുത്തിനെ എടുത്ത് ചീനച്ചട്ടിയിലേക്ക് ഇടുക, നല്ലപോലെ ഇളക്കുക. നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട്. ഇവനെ ഈ പയറിനെ തലോസം ഇട്ട് വെക്കുവാണെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോൾ 1-2 വിസിലടിച്ചാൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ചീനച്ചട്ടിക്കകത്തിട്ട് 1-2 പ്രാവശ്യമൊക്കെ വറുത്ത് കഴിഞ്ഞിട്ട് വേവിക്കണമായിരിക്കും നല്ലത്. ഇതിനകത്ത് ചിലത് പയർ വേവാനുണ്ടായിരുന്നു കേട്ടോ, അങ്ങനൊരു കുഴപ്പമുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചിയാ സീഡ് കുടിക്കാനായിട്ട് വന്നു. ഇനിയിപ്പോൾ ദേവന് സ്കൂളിൽ പോകണ്ടാത്തതുകൊണ്ട് പോകണം, വിടണമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ അവന് മടിയായി, ചുങ്കത്ത് ചെന്നപ്പോൾ പിന്നെ അവന് മടിയായി. ഞാൻ പയ്യെ ലാഘവത്തോടു കൂടിയൊക്കെ ഇരിക്കുവാണ്. അപ്പോൾ ഫോൺ വിളിച്ചത് അനുമോളെ കേട്ടോ. അപ്പോൾ വിധുക്കുട്ടൻ എണീറ്റ് വന്നു. പിന്നെ വിധുക്കുട്ടനെ ചേരൊക്കെ പുന്നാരിപ്പിച്ച് വിധുക്കുട്ടൻ എണീറ്റ് ഇടക്കിടക്ക് നോക്കണമുണ്ടോ. വിധുക്കുട്ടൻ അണ്ണായുടെ ദേവൻ്റെ ഷർട്ടാണ് ഇഷ്ടേക്കണം, കൊതു കുത്താണ്ടിരിക്കാനായിട്ട്. വലിയ ഷർട്ട് ഇടുമ്പോൾ ഇത് പുള്ളി അവൻ്റെ ഷർട്ട് ഇടുമ്പോൾ മാക്സി പോലെ അവൻ കിടന്നോളൂ. അപ്പോൾ അവനും ഇഷ്ടമാണ്, ദേവനും ഇഷ്ടമാണ് അവൻ ഇതിടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലൈങ്സൊക്കെ തന്നു ഉമ്മയൊക്കെ തന്നിരിക്കുവാണ് പുള്ളി. നല്ല മൂഡിലാണ് എണീറ്റ് വന്ന, കുഴപ്പമൊന്നുമില്ല. പാവം കുത്തു കിട്ടാനുള്ളതാണെന്ന് പുള്ളിക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ കാണിക്കും, എടാ നിനക്കിന്ന് കുത്തു കിട്ടുമെന്നൊക്കെ പറഞ്ഞ്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ചേട്ടനെ വിളിക്കാനായിട്ട് അച്ഛനും മകനും കൂടി കിടന്നുറങ്ങണ രീതിയാണിത്. മകൻ എൻ്റെ പൊസിഷൻ കണ്ടോ ഉറങ്ങണേ. വിധുക്കുട്ടൻ വന്ന് ഇപ്പുണ്ടായി ഏട്ടായി കേക്ക് അവനോട് കേൾക്കാൻ പറ. വാ വാ, എന്നിട്ട് വേണം സ്കൂളിൽ പോകാനായിട്ട്. വാ, പോളിയോ കുടിക്കാൻ. അത് വിധുക്കുട്ടൻ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, നിനക്ക് പോളിയോ ഉണ്ട്. എന്നിട്ട് വേണം സ്കൂളിൽ പോകാൻ. കേക്ക് സമയം പോയി. സമയ ടീച്ചറോട് അമ്മ വിളിച്ചു പറഞ്ഞായിരുന്നു താമസിച്ചേ വരുവോളാന്ന്. വാ. ഇത് കഴിഞ്ഞപ്പോൾ ദേവൻ പിന്നെ പൊളിച്ച് കെട്ടിയാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് ഞാനും ദേവനും പിന്നെ കഴിച്ചു. വിധുക്കുട്ടൻ അവിടെ മൊത്തം അലമ്പി കൊണ്ട് അവനെ താഴത്തോട്ട് ഇറക്കി കേട്ടോ. വിധുക്കുട്ടൻ അതേ കാണിക്കാതെ വിധുക്കുട്ടൻ നിക്കറിട്ടിട്ടില്ല. വീഡിയോ അങ്ങനെ റിപ്പോർട്ട് അടിച്ചാലോ എന്ന് കരുതിയാണ് 2 പ്രാവശ്യം റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞാൽ 3-ാമത് അടിച്ചാൽ പിന്നെ ചാനലേ പോവും. അതുകൊണ്ട് ഞാൻ സാഹസത്തിന് നിന്നില്ല. അതുകൊണ്ട് വിധുക്കുട്ടൻ താഴെ ഇറക്കി. പിന്നെ ഞാനും ദേവനും കൂടിയൊക്കെ ഫുഡൊക്കെ കഴിച്ച് ബാക്കിയുള്ളതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. ഞങ്ങളത് നേരെ റെഡിയായി ചുങ്കത്തിലെത്തി. ഞാനും അച്ചായി ഉണ്ടായിരുന്നു. അച്ചായി വന്ന അനുമോളൊക്കെ കൂടി ചേട്ടായുടെ വണ്ടിയിൽ, പ്രതിവേട്ടയുടെ ഓട്ടോയിൽ വായനശാലയിട്ട് പോവാണ്, ലൈബ്രറിയിലേക്ക്. ഇതാണ് നമ്മുടെ ചുങ്കത്തിലെ വായനശാല. അവിടെ ചെന്നപ്പം ന്യൂ ബോൺ ബേബീസും പിന്നെ വിധുക്കുട്ടൻ്റെ പ്രായമുള്ള പിള്ളേരും അമ്മമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളറിയണം, നമ്മുടെ വാർഡ് മെമ്പറും ഹെൽത്തിലെ ശോഭ ചേച്ചി അവരൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു അവിടെ ഇരുന്ന്. ദേവൂട്ടി മൂക്കി കയറണം. ദേവൂട്ടിയുടെ സൈഡ് പൊട്ടിയിട്ടുണ്ട്. ദേവൻ്റെ വിധുക്കുട്ടൻ്റെ നഖം കൊണ്ട് ദേവൻ്റെ മൂക്കും വിധുവിൻ്റെ മൂക്കും അവൻ്റെ കൈ കൊണ്ട് വരെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ, 2 പേരുടെയും. അപ്പോൾ അത് ആ കൊച്ചൊക്കെ കുത്ത് കിട്ടിയിട്ടിരിക്കണാണോ എന്ന് അറിയാൻ മേല. വിധുക്കുട്ടന് എന്തോ മനസ്സിലായിട്ട് വിധുക്കുട്ടൻ പറയുക വാ വീട്ടിൽ പോവാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കൊച്ചുമായിട്ട് വിധുക്കുട്ടൻ കൂട്ടുകൂടി. പിന്നെ അവൻ്റെ കാലേ ചവിട്ടണ്, അവൻ്റെ ചെരുപ്പേ ചവിട്ടണ്, അവൻ ചവിട്ടണ്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ വിധുക്കുട്ടൻ്റെ ടൈമായി, കുത്ത് കിട്ടാനുള്ള ടൈമായി. വിധുക്കുട്ടൻ്റെ വെയിറ്റൊക്കെ നോക്കണം, ഒരു രക്ഷയില്ല. വിധുക്കുട്ടൻ നിൽക്കണില്ലായിരുന്നു. 8.9 ഉണ്ടായിരുന്നു. വിധുക്കുട്ടൻ എപ്പോഴും വെയിറ്റ് കുറവാണ്. അതേ കുത്ത കൊണ്ട് കൊച്ച് ഭയങ്കര വഴക്കും ബഹളവും ഒക്കെ ആയിരുന്നു. എന്നെ അവർ പിച്ചി കുത്തി എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങളതൊക്കെ കഴിഞ്ഞ് നേരെ ഇങ്ങനെ പോകുന്നു. സുമിയുടെ അടുത്ത് വന്നു. അവളുടെ ടാറ്റ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല, അനങ്ങാണ്ടിരിക്കുവാണ്. പുള്ളിക്കാരിക്ക് യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളിതേ വീട്ടിലേക്ക് വന്നത്. ദേവൂട്ടൻ സ്കൂളിൽ പോകണില്ല എന്നൊക്കെ പറഞ്ഞു. ഇനി ഞാൻ പോയില്ല. അമ്മയുടെ കൈ തന്നെയാണ്, വിധുക്കുട്ടൻ ഇറങ്ങണില്ല കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവർക്ക് സമയമായിരുന്നു ചോറ് കൊടുക്കാനായിട്ട്. അമ്മ ഞങ്ങളുടെ കൂടെ പോകുന്നതുകൊണ്ട് കറിയൊക്കെ കുറവായിരുന്നു. അപ്പോൾ ഞാൻ ഇവന്മാർക്ക് 2 പേർക്കും മുട്ട ഇഷ്ടമാണ്.
അപ്പോൾ മുട്ട പൊരിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഗിരിയച്ചിട്ടയുടെ വീട്ടിൽ പോയായിരുന്നു. അപ്പം ഞാനും അനുമോളും ഗിരിയച്ചിട്ടയൊക്കെ ചോറുണ്ട് അവിടെ നിന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവന്മാരുണ്ടില്ല. അപ്പോൾ ഞാൻ ഇവന്മാർക്ക് മുട്ട പൊരിച്ച് ചോറ് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മുട്ട ചിക്കുവാണ്. ഇത് വിതുക്കുട്ടൻ തന്നെ കഴിച്ചു. ഇതുവരെ ഒന്നും വിതുക്കുട്ടൻ ഒരു കുഴപ്പമില്ല. പന്ത് തട്ടി കളിച്ചച്ചായുടെ കൂടെ എല്ലാം ചെയ്ത് ദേവനും ചോറിനാണ്. അനുമോളും ഉണ്ട്. അമ്മ അലക്കുവാണ്. അച്ചായ ചോറുണ്ട്. വിതുക്കുട്ടൻ തന്നെ അണ്ണായി ഉണ്ണതുകൊണ്ട് തന്നെ ഉണ്ടോളാന്ന് പറഞ്ഞു. അവളത് കുറച്ച് അച്ചാറൊക്കെ എടുത്ത് അവളും അത് കഴിക്കുന്നുണ്ട്. ഒരു കയ്പുണ്ടായിരുന്നു അച്ചാറിന്, അത് അവളുടെ മുഖം അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ വിതുക്കുട്ടൻ ടാറ്റയൊക്കെ തരുവാട്ടോ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ വിതുക്കുട്ടൻ ഒരു ഉറക്കം ഉറങ്ങി എണീറ്റിട്ട് കൊച്ചു കാല് നിലത്ത് കുത്തിയിട്ടില്ല. ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അവൻ എണീറ്റ് ഓക്കെ ആയിട്ടുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. ദേ ഇപ്പോൾ ഞങ്ങൾ നേരെ കപ്പ പറിക്കാമെന്ന് പറഞ്ഞ് ഗിരിയച്ചിട്ട് എടുത്ത് വന്നായിരുന്നു. ദേ വിതുക്കുട്ടൻ്റെ അവസ്ഥ ഇതാട്ടോ. വിതുക്കുട്ടൻ അനങ്ങണില്ല, അമ്മയുടെ കയ്യിൽ തന്നെ ഇരിക്കുവാണ്. അപ്പുറം ഇരിക്കണം ലളിതാമ്മയാണ്. കൊച്ചി ഈ ഒരു കിടക്കുവാണ്, പനിക്കുന്നുണ്ട്. വന്നപ്പോഴേ നമ്മൾ പാരസെറ്റമോൾ സിറപ്പ് കൊടുത്തായിരുന്നു ഇഞ്ചക്ഷൻ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ. എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതേ റിച്ചപ്പം വന്നു. അവന്മാർ കുഞ്ഞാപ്പിയും ദേവനും കൂടി ഭയങ്കര കളിയാണ്. റിച്ചപ്പനെ ഞാൻ വീഡിയോ എടുത്തിട്ട് അവനെ ഒളിച്ചിരിക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കപ്പ പറിക്കാമെന്നും പറഞ്ഞ് പറമ്പിലേക്ക് പോയി. എന്നാന്ന് വെച്ചാൽ ഇവിടെയാണ് നമ്മൾ പന്തലിടുന്നത് അപ്പൂൻ്റെ കല്യാണത്തിന്. അപ്പോൾ പന്തലിടുമ്പോൾ ഈ കപ്പ മൊത്തം പറിക്കണം. കുറേ കപ്പ ഉണ്ടായിരുന്നു, ഓൾറെഡി നമ്മൾ പറിച്ച് കുറേ കൊടുത്ത്. അത് കഴിഞ്ഞ് 2-3 നമ്മുടെ വീട്ടിലേക്ക് വേണ്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര പെട്ടെന്ന് കല്യാണം വരുമെന്ന് വിചാരിക്കാത്തതുകൊണ്ട് ചിറ്റ് 2ാമത്തെ ബാച്ച് കപ്പ ഇട്ടായിരുന്നേ. അപ്പോൾ ഇവിടെ ബേബിയമ്മ അവിടെ നിൽക്കണം. അപ്പം പന്തലിടണമുണ്ട്. ഇപ്പം നട്ട കപ്പയും ഫുള്ള് പറിക്കണം, കാരണം ഇവിടെയാണല്ലോ പന്തൽ വരുന്നത്. അപ്പോൾ എല്ലാ കപ്പയും പറിക്കും. അപ്പോൾ ഞാൻ ബാലൻസ് ഉണ്ടായിരുന്ന കപ്പ ചോടിളക്കി പറിച്ചുകൊണ്ടിരിക്കുവാണ്. ഞാൻ പറിച്ചിട്ട് പോയില്ല. അപ്പോൾ അനുമോള് പറഞ്ഞു ഇങ്ങതാ ഞാൻ പറിക്കാമെന്ന് പറഞ്ഞത്. അവൾ ആ കമ്പ് ഒടിക്കാൻ പോവുക. വാക്കത്തി അരുവയൊക്കെ എടുക്കാൻ അകത്ത് പോകാനുള്ള മടി കൊണ്ട് ഞങ്ങൾ കാലുകൊണ്ടും കൈകൊണ്ടൊക്കെയാണ് ആ കമ്പ് നീണ്ടു നിൽക്കാൻ കപ്പയുടെ കോരൊടിച്ചത് കേട്ടോ. അങ്ങനെ സക്സസ്ഫുള്ളി ഞങ്ങൾ ഫസ്റ്റ് ചോട് കപ്പ പറിച്ചിരിക്കുകയാണ്. റിച്ചുക്കുട്ടനും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാ കപ്പയിലും കപ്പ കുറവായിരുന്നു. അതായത് ഉണ്ടായിരുന്നു ആദ്യത്തെ പറിച്ചു കൊടുത്ത കപ്പയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളത് 2ാമത്തെ ചോട് കപ്പ ഞാൻ പറിച്ചു. ഇതാ നിൽക്കണ മൊത്തം കുഞ്ഞ് ചിറ്റ് 2ാമത് നട്ട കപ്പയാണ്. അപ്പോൾ അത് വീഡിയോ കോൾ ചെയ്യുമായിരുന്നു. അപ്പോൾ അവനോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണതാണ്. അവൻ പറയുവാണ് ഞാൻ വീട്ടിൽ ഒരു പണി ചെയ്തില്ലെങ്കിൽ വീഡിയോയ്ക്ക് വേണ്ടി കാണിക്കണമെന്നൊക്കെ പറയുക കേട്ടോ. അപ്പോൾ ഇത് 2ാമത്തെ ചോട് കണ്ട ഇങ്ങനെ ചെറിയ ചെറിയ പീസ് ഇങ്ങനെ ഉണ്ട കപ്പയായിട്ടാണ് നിൽക്കണത്. അപ്പോൾ ഒരു ചോടും കൂടി പറിക്കാൻ പറഞ്ഞു ചിറ്റ. അങ്ങോട്ടും വേണം, എൻ്റെ വീട്ടിലേക്കും വേണം, എനിക്ക് കൊണ്ടുപോകണം. അപ്പോൾ അനുമോൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇതും കൂടി പറിക്കാമെന്ന്. അനുമോളാണ് വീഡിയോ എടുക്കണം കേട്ടോ. അതാണ് ഇത്ര ഷെയ്ക്കിങ്. അവളൊരു സ്ഥലത്ത് നിൽക്കണില്ല, അതാണ് ഭയങ്കര ഷെയ്ക്കിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഇത് കണ്ടോ, ആകെ 2 ഉള്ളൂ. പകുതി ഒടിഞ്ഞ് കുഴിക്കാത്തിരിക്കുക കപ്പ. പെട്ടെന്ന് ഒരു മണ്ണിനധികം ഇളക്കമൊന്നുമില്ല, അതുകൊണ്ട് ഇളക്കമുള്ളതുകൊണ്ട് പെട്ടെന്ന് പോകുന്നു കേട്ടോ. അപ്പോൾ അത് അനുമോൾ എന്തൊക്കെ പറയണുണ്ട്, അത് ഞാൻ കട്ട് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട്. അവൾ അടുത്ത പറമ്പിലെ കുമ്പളങ്ങയൊക്കെ കാണിക്കുവാണ്. നമ്മുടെ വീട്ടിലെ കുമ്പളങ്ങയാണ്, നമ്മുടെ വീട്ടിലല്ല അപ്പുറത്തെ പറമ്പിൻ്റെ കുമ്പളങ്ങയും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അവളത് കാണിച്ചപ്പോൾ ഞാൻ കപ്പ ഒടിഞ്ഞു പോയെന്ന് പറഞ്ഞില്ലേ, അത് ആ കുഴിക്കാത്തുണ്ട്, അത് ഞാൻ മാന്തി എടുക്കുവാണ്. അങ്ങനെ ആ കുഴി മാന്തി കപ്പയെ എടുത്തു. ഏ 3 ചോട് കപ്പയാട്ടോ നമ്മളും പറിച്ചത്. അപ്പോൾ ഇതാണ് പറിച്ച കപ്പ. നമ്മളിങ്ങോട്ടും കൊണ്ടുവന്ന് അങ്ങോട്ടും ഒക്കെ കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ വിധുവും ദേവനും റിച്ചുക്കുട്ടനൊക്കെ അവിടെ ഉണ്ട്. ഗിരിയച്ചിറ്റയുടെ കയ്യിലാണ് വിധുക്കുട്ടൻ ഇരിക്കണം. അമ്മയുടെ കയ്യിൽ നിന്ന് കൊച്ചിട്ടേങ്ങ മേടിച്ചായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു, ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞില്ല, വിധുക്കുട്ടൻ്റെ ഒരു വാക്സിനേഷൻ ഡേ ആയിരുന്നു. അപ്പോൾ വിധുക്കുട്ടനെ കൊണ്ട് ഇഞ്ചക്ഷൻ എടുത്തു, പോയിട്ട് വന്നു. പിന്നെ അലർജിയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോയിൽ. വൈൻഡപ്പ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എന്നാന്ന് വെച്ചാൽ ഈ വൈൻഡപ്പ് അല്ല, അതായത് ഒരു ഇതിലോടുകൂടി നിർത്തണം എന്നായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ അത് നടന്നില്ല. എന്നാന്ന് വെച്ചാൽ വിധുക്കുട്ടൻ ഭയങ്കര അലമ്പായിരുന്നു. വാക്സിനേഷൻ എടുത്ത് വീട്ടിൽ വന്ന് ചോറൊക്കെ ഉണ്ട്, നിങ്ങൾ കണ്ടല്ലോ. അത് കഴിഞ്ഞ് ഉറങ്ങി ഏറ്റി കഴിഞ്ഞപ്പോൾ ഇന്ന് ഈ നേരം വരെ കൊച്ചു കാല് നിലത്ത് കുത്തിയിട്ടില്ല. അവൻ കുത്തുന്നുണ്ട്, നമ്മൾ ഒത്തിരി ട്രൈ ചെയ്തു. അതിന് മുമ്പ് തന്നെ അവൻ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ചോറിനതിന് മുമ്പ് പന്ത് കെട്ടിയൊക്കെ കളിച്ചായിരുന്നു. അവിടെ നിന്ന് എന്നോട് ഹെൽത്തിൽ നിന്ന് സിസ്റ്റർമാരൊക്കെ പറഞ്ഞായിരുന്നു ബോൾ തട്ടിക്കണം, നടത്തണം, കാല് ഇങ്ങനെ കുടയണം ഒക്കെ, തിരുമരുത് കാലൊക്കെ കുടഞ്ഞു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് നല്ലപോലെ പനിച്ചു. നമ്മൾ 6 മണിക്കൂർ ഇടവിട്ട് പാരസെറ്റമോൾ സിറപ്പൊക്കെ അവർ തന്നതൊക്കെ കൊടുത്തു. ഇനി നേരെ വരെയും കൊച്ചു കാല് നിലത്ത് കുത്തി നിൽക്കുന്നുണ്ട്, പക്ഷെ അത് നടക്കുന്നില്ല. ഇങ്ങനെ കാലിങ്ങനെ പൊക്കി ഇങ്ങനെ ഈ നമ്മുടെ കാലിൻ്റെ കുതിയില്ല, അതിങ്ങനെ ഇങ്ങനെ പൊക്കി നിൽക്കുക. പാദം കുത്തണില്ല. 2-3 സ്റ്റെപ്പ് വെക്കും,
പുള്ളി കരയും, ഭയങ്കര ബഹളമാണ്. രാത്രിയൊക്കെ പനിച്ച് 4 മണിയൊക്കെ ആയപ്പോൾ തീ പോലെ കൊള്ളുമായിരുന്നു. മരുന്നൊക്കെ കൊടുത്ത് രാവിലെ എണീറ്റ് ഇച്ചിരി നൂഡിൽസും കാര്യമൊക്കെ കഴിച്ചത് ഇപ്പോഴും ഉറങ്ങുവാണ്. ഇനി ഉറങ്ങി കേൾക്കുമ്പോൾ നോർമലായിരിക്കും. നേരത്തോട് നേരം കഴിയുമ്പോൾ അതിൻ്റെ ആ പെയിൻ അങ്ങ് മാറുമെന്നാണല്ലോ പറയണം. ഇതുവരെ കാലിനകത്ത് വിട്ടിട്ടില്ല, ഇപ്പോൾ ഉറങ്ങുവാണ് പുള്ളി. ആശാൻ ഇനി ഏൽക്കുമ്പോൾ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പം ഇന്ന് 1-ാം തീയതി ആയതുകൊണ്ട് ഞാൻ രാവിലെ വിളിച്ചൊന്നുമില്ല കേട്ടോ, ഇപ്പോഴാണ് വിളിച്ച് റെഡിയായി വന്നത്. പിന്നെ വേറെ ഒന്നും പറയാനില്ല. അപ്പം നാളെ നമുക്കൊരു സർപ്രൈസ് ഉണ്ട്. നമ്മൾ നാളെ ഒരു സ്ഥലം വരെ പോകുന്നുണ്ട്. പിന്നെ അതൊക്കെയാണ് ഡെയിലി മോർണിംഗ് റൊട്ടീനായിട്ട് ഞാൻ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ആ വഴി വീട്ടിൽ ചെന്ന് അവിടെ എന്നും പോകണമെന്നു വെച്ചാൽ അവിടെയായിരുന്നു, വായനശാലയിലായിരുന്നു ഇഞ്ചക്ഷൻ. അപ്പോൾ അതുകൊണ്ട് അങ്ങ് പോയതാട്ടോ. അവിടെ ചെന്ന് പിന്നെ വൈകുന്നേരമായിട്ടാണ് തിരിച്ചു പോകുന്നത്. ഇവന് ഉറങ്ങിയൊക്കെ പോയി. പിന്നെ അമ്മ എൻ്റെ അമ്മ മാത്രം എടുത്താൽ മതി, ഞാൻ പോലും എടുക്കണ്ട. അവന് പാല് വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ പിന്നെ അവനെ കരയിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്ത് അമ്മയുടെ കയ്യിൽ തന്നെ കൊടുത്തു. അങ്ങനെ അത്രേ ഉള്ളൂ. പിന്നെ വേറെ ഒന്നുമില്ല, വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി അടിക്കണം കേട്ടോ. പിന്നെ പുറത്ത് പോണ വീഡിയോസൊക്കെ നിങ്ങൾ ഇടാൻ പറഞ്ഞായിരുന്നു, ഇടാൻ ശ്രമിക്കാം. എന്ന് വെച്ചാൽ നമ്മൾ വേറെ എങ്ങും വെളിയിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞത് ചുങ്കത്തിലും തലപ്പറമ്പിലൊക്കെയാണ് പോകാറ്. അപ്പോൾ അതുകൊണ്ടാണ് ഇടാത്ത കാര്യം. ഇവിടെ മാത്തപ്പനും താല്പര്യമില്ല. എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ എനിക്ക് വീട്ടിൽ തന്നെ ഇരിക്കണതിനോടാണ്, ഇരുന്ന് അങ്ങനെ തന്നെയാണ് ഇഷ്ടം. പിന്നെ പിള്ളേരെയും കൊണ്ട് ചിലപ്പോൾ ആവച്ചിയും വിജിക്കൊച്ചിനൊക്കെ പോകും. അവരെവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അവർ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പോകാനും കൊണ്ടുപോകാനൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ പോലും നമ്മൾ ആരെയും കൂടെ പോകാറുമില്ല, അവർ നമ്മൾ വിളിക്കാറുമില്ല. അങ്ങനെ അച്ചായിയും അതേപോലെ കടൽ കാണാൻ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് അച്ചായി അമ്മയൊക്കെ പോയപ്പോൾ അവരുടെ കൂടെ പോയി. അവന്മാർക്കും അങ്ങനെയൊന്നുമില്ല പോകണമെന്നും. പിന്നെ ആരെങ്കിലുമൊക്കെ പോകുമ്പോൾ ആ കൂടെ അങ്ങ് പോകണമല്ലാണ്ട് അങ്ങനെ പോകണമെന്നും അങ്ങനെയൊന്നുമില്ല. ഇത് കൂടെ ഉണ്ടായിട്ട് നമ്മളെങ്ങും പോയിട്ടില്ല. അതായത് നേരത്തെ എപ്പോഴും വൈക്കം ബീച്ചിൽ പോകുമായിരുന്നു, ഇപ്പം അതുമില്ല, പോകാറുമില്ല, ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് അപ്പം എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ വീഡിയോ ഇടാം കേട്ടോ, പുറത്ത് പോകണമൊക്കെ ഇടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്നും കൂടി പറയണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ബെൽ ബട്ടൺ അടിക്കണം, ഒന്നും മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ, സീ യു.